ചിലർ കിടന്നു കഴിഞ്ഞാൽ ഭൂമി ഉലുങ്ങിയാലും ബോംബ് പൊട്ടിയാൽ എഴുന്നേക്കില്ലാതെ പോലെ ഉറങ്ങണവരുണ്ട്. അതേസമയം ചിലരുണ്ട് അവർ ആ കരിയെല്ലാം മുറ്റത്തുകൂടി ഒന്ന് അനങ്ങിയാലും ചാടി എണീക്കും. ഞാൻ ആ കാറ്റഗറിയാണ്. അതായത് ചെറിയ അനക്കം അപ്പുറത്തിരിക്കുന്ന ആൾ അത് നല്ല ഉറക്കമല്ല. ആന്ന്. അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ? സൂപ്പർഫിഷ്യൽ സ്ലീപ്പ് എപ്പോഴും നമ്മുടെ സ്ട്രെസ് ലെവൽ ഹൈ ആണെങ്കിൽ സൂപ്പർഫിഷ്യൽ സ്ലീപ്പ് അറിയാം, ഒരിക്കലും ഡീപ്പ് സ്ലീപ്പിലേക്ക് പോകത്തില്ല. സ്ലീപ്പിലേക്ക് പോകാത്തതിൻ്റെ ഒരു മെയിൻ കാരണം എപ്പോഴും സ്ട്രെസ് തന്നെയാണ്, നമ്മുടെ പ്രോപ്പർ സ്ട്രെസ് ചെയ്യുന്നത്. പിന്നെ ഡീപ്പ് സ്ലീപ്പിലേക്ക് പോകുമ്പോഴേക്ക് ഈ നമുക്ക് ഈ ഉണ്ടല്ലോ OSA എന്ന് പറഞ്ഞ പ്രോബ്ലം ഉണ്ട്, ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ. ഭയങ്കര കൂർക്കം വലിയുള്ള ആൾക്കാർ നമ്മളിങ്ങനെ നേരെ ഇരിക്കുമ്പോഴൊക്കെ അവർ നോർമൽ ബ്രീതിങ് ആയിരിക്കും, സൗണ്ടൊന്നുമില്ല. പക്ഷേ അവരിങ്ങനെ ഉറങ്ങി ഒന്ന് ചെയ്യുമ്പോഴേക്കും മസിൽ ഇങ്ങനെ പതുക്കെ റിലാക്സ് ചെയ്യുമ്പോഴേക്കും ത്രോട്ടിലെ മസിൽസൊക്കെ റിലാക്സ് ചെയ്യുമ്പോഴേക്കും അത് കയറി നമ്മുടെ എയർവേനെ കയറി ഒബ്സ്ട്രക്റ്റ് ചെയ്യും. അപ്പോഴേക്കും നമ്മൾ ഡീപ്പ് സ്ലീപ്പിലേക്ക് പോകുമ്പോഴേക്കും പതുക്കെ അത് ടെർബുലൻസ് ഉള്ളതുകൊണ്ടാണ് ഈ സ്നോറിങ് വരുന്നത്, കൂർക്കമ്പലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് ഭയങ്കരമായിട്ട് കൂടി കംപ്ലീറ്റ് കയറി ഒബ്സ്ട്രക്റ്റ് ചെയ്യുമ്പോഴേക്കും എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ബോഡിയിൽ കാർബൺ ഡയോക്സൈഡ് കൂടാൻ തുടങ്ങും, ശ്വാസം മുട്ടാൻ തുടങ്ങും. അപ്പോൾ ഉറക്കത്തിലേക്ക് ഒത്തിരി ഉറങ്ങി വീഴുമ്പോഴേക്കും ചാടി എഴുന്നേക്കും. ആ ഒരു ശ്വാസം മുട്ടുന്നത് സഫക്കേറ്റിംഗ് ഫീൽ കാരണം ഇത് ചാടി എഴുന്നേറ്റിട്ട് പിന്നെ അങ്ങോട്ടും ഇങ്ങനെ തിരിഞ്ഞിടുന്ന് പിന്നെയാണ്. അപ്പോൾ അങ്ങനെ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ ഉള്ളവർക്ക് എപ്പോഴും ഭയങ്കര ഹെൽത്ത് പ്രോബ്ലംസ് ആണ്. കാരണം ഈ സ്ട്രെസ് ഹോർമോൺസ് അവർ ഒരിക്കലും ഡീപ്പ് സ്ലീപ്പിലേക്ക് പോകുന്നില്ല, എപ്പോഴും സൂപ്പർഫിഷ്യൽ സ്ലീപ്പാണ്. മനസ്സിലായില്ല? അപ്പം അതുകൊണ്ട് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സ്ട്രെസ് ഹോർമോൺസ്, ഈ അഡ്രിനലിൻ ഹോർമോൺസൊക്കെ ഭയങ്കരമായിട്ട് കൂടി കാർബൺ ഡയോക്സൈഡൊക്കെ റിട്ടൻഷൻ ഒത്തിരി വരുന്നു. അവർ വളരെ ചെറുപ്പത്തിൽ തന്നെ ഹൈപ്പർടെൻസി ആവുന്നു, ഡയബറ്റിക് ആവുന്നു, അവർക്ക് സ്ട്രോക്കിനും ഹാർട്ട് അറ്റാക്കിനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്, ഒബേസിറ്റിക്കുള്ള ചാൻസ് കൂടുതലാണ്. അങ്ങനെ പല രീതിയിലുള്ള ഇൻഡൈജഷൻ, അങ്ങനെ പല രീതിയിലുള്ള ഒരുപാട് ഹെൽത്ത് ഹസാർഡ്സിലേക്ക് വരും. അപ്പം ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ, ഈ കുറുക്കമ്പലി എന്നുള്ളൊരു പ്രശ്നം നമ്മൾ ടാക്കിൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. കൂർക്കമ്പലിയുടെ കാര്യമാണ് ഡോക്ടർ ഇപ്പോൾ പറയുന്നത്. പക്ഷേ ഉറക്കം ഇടയ്ക്കിടയ്ക്ക് ഞെട്ടിണീക്കുന്ന ഞാനതിൽ ബാധകയല്ല. ചോദിക്കുമ്പോൾ നമ്മുടെ കാര്യം കൂടെ ചോദിക്കണോ? എനിക്ക് കൂർക്കമ്പലി ഇല്ല, പക്ഷേ ഞെട്ടിണീക്കൽ മാത്രമേ ഉള്ളൂ. അത് സബ് കോൺഷ്യസ് മൈൻഡിൽ എന്തോ സ്ട്രെസ് കിടപ്പുണ്ട്. ആരും കൂടെ ഇല്ലെങ്കിൽ സുഖമായിട്ട് ഉറങ്ങും. ആരെങ്കിലൊക്കെ ബാധുണ്ടെങ്കിൽ തന്നെ കിടന്ന ഒരു കുഴപ്പമില്ല, രാവിലെ ഒരു ഒറ്റ ഉറക്കും. പക്ഷെ അടുത്തുള്ള ആൾ ചിലവരുടെ നേച്ചറാണ്. ചിലവർക്ക് ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഡീപ്പ് സ്ലീപ്പ് വരത്തുള്ളൂ. അങ്ങനെയുണ്ട്. ചിലവർ ഒറ്റയ്ക്ക് ഉറങ്ങാൻ പറ്റത്തില്ല, ഒക്കെ രാത്രി ഇരുട്ടൊക്കെ പേടിയാണ്. അങ്ങനെയുള്ളവർക്ക് ഭയങ്കര പാടാണ്. അവർ കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ അവർക്കൊരു സെൻസ് ഓഫ് ഒരു പ്രൊട്ടക്ഷൻ പോലെയൊക്കെ ഫീൽ ചെയ്തിട്ട്. പക്ഷെ കുഴപ്പമില്ല, ഒറ്റയ്ക്ക് കിടന്ന് ഉറങ്ങിയാൽ മതി. ചില ആൾക്കാർ എങ്ങനെയാണ്, ഒറ്റയ്ക്ക് കിടന്ന് ഉറങ്ങുമ്പോഴാണ് കൂടുതൽ കംഫർട്ടബിൾ. ഞാനും ആ ഗ്രൂപ്പിലാണ്. നല്ല ഇരുട്ടത്ത് ഇങ്ങനെ ഉറങ്ങുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് അങ്ങ് ഉറങ്ങിപ്പോകും. ആരെങ്കിലും ചുറ്റും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാരൊക്കെ ചുറ്റും ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഒരു ഡീപ്പ് സ്ലീപ്പിലേക്ക് പോകുന്നതിന് വരത്തില്ല. നമുക്കൊരു കാര്യം മനസ്സിലായി, ഉറക്കവും ബ്രെയിനും വളരെയധികം കണക്റ്റഡ് ആണ്. ഡിമെൻഷ്യയും പിന്നെ അൽഷിമേഴ്സ് പോലത്തെ സാധനങ്ങളിലോട്ടൊക്കെ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഉറക്കം വളരെ ചെറുപ്പത്തിൽ നമ്മൾ ശ്രദ്ധിക്കുക. പോകാതിരിക്കാൻ വേണ്ടിയല്ല, അതിൻ്റെ ഓൺസെറ്റ് ഡിലേ ചെയ്യിക്കാൻ പറ്റും നല്ല ഉറക്കമാണെങ്കിൽ. കാരണം അൽഷിമർ ഡെമൻഷ്യയൊക്കെ വരാൻ നമുക്ക് ബോഡിക്ക് ബൈ നേച്ചർ അത് വിധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് വന്നിരിക്കും. കാരണം നമ്മുടെ ബോഡിയുടെ ഇതാണല്ലോ അൽഷിമേഴ്സൊക്കെ വരാമെന്നുള്ള, അല്ലെങ്കിൽ ഡെമൻഷ്യ, ഓൾഡ് ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള മെമ്മറി ലോസ് ഓഫ് ഡെമൻഷ്യ. അതിനെ നമുക്കൊരു പരിധി വരെ പോസ്റ്റ്പോൺ ചെയ്യാൻ പറ്റും നല്ല രീതിയിൽ, തള്ളി നീക്കാം, കുറച്ച് തള്ള. ഇനി നമ്മൾ ഉറക്കത്തിൽ നിന്ന് നമ്മൾ അടുത്തതിലോട്ട് വരുന്നത് തലവേദനയാണ്. ഉറക്കം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്ഷീണം വരും, നമുക്ക് തലവേദന വരുമല്ലോ. ഇപ്പോൾ ഡോക്ടർ ഒരു ന്യൂറോ സർജൻ്റെ അടുത്ത് എത്ര തലവേദന കേസുകൾ വരാറുണ്ട്? അല്ലെങ്കിൽ തലവേദന വന്ന് നേരെ തന്നെ ഗൂഗിൾ യൂണിവേഴ്സിറ്റി ചെന്ന് നോക്കിയിട്ട് ഡോക്ടർ ഇത് ബ്രെയിൻ ട്യൂമർ തന്നെ എന്ന് പറഞ്ഞ് വരുന്ന കേസുകളുണ്ട്. അത് തലവേദന എന്ന് വെച്ചാൽ നമ്മുടെ ഇടയിൽ തലവേദന അനുഭവിക്കാത്ത ആൾക്കാർ വളരെ ചുരുക്കമുള്ളൂ. തലവേദന എന്ന് വെച്ചാൽ വളരെ കോമൺ ആയിട്ട് അതൊരു അസുഖമല്ല, ഒരു ലക്ഷണമാണ്. ഇതിൻ്റെ അകത്ത് ഭൂരിഭാഗം അല്ലെങ്കിൽ 98% തലവേദനകളും പ്രശ്നമുള്ള തലവേദന അല്ല. അതിൻ്റെ അകത്ത് തലവേദനകൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ സ്ട്രെസ് ഹെഡേക്കാണ്. നമ്മളൊരു സമ്മർദ്ദം വന്നു കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്നൊരു സ്ട്രെസ് ഹെഡേക്ക്, അത് തലയിൽ ഒരു ഇറുക്കി പിടിക്കുന്ന ഒരു ഫീലാണ്, തലയിൽ ഒരു ഇറുക്കി പിടിക്കുന്നത്. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് കുറച്ച് നേരം ഒന്ന് റിലാക്സ് ചെയ്യുക, അല്ലെങ്കിൽ കിടന്നൊന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ നമുക്കത് അങ്ങ് കുറയും. പിന്നെയുള്ള തലവേദന എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈഗ്രെയിൻ. അതാണ് അടുത്ത കോമൺ ആയിട്ടുള്ള മൈഗ്രെയിൻ എന്ന് പറഞ്ഞാൽ യൂഷ്വലി അത് കുറച്ചുകൂടി ഇൻറ്റൻസ് ഹെഡേക്കാണ്. അത് കൂടുതൽ ബേസിക്കലി ഒരു സൈഡിലേക്കായിരിക്കും. അതിൻ്റെ ആൾക്കാർ പറയുന്ന പോലെ ഒരു വിങ്ങിയുള്ള വേദനയാണ്. അത് പതുക്കെ തുടങ്ങും, ഇങ്ങനെ കൂടി പോകും. ചിലപ്പോൾ 1-2-3 മണിക്കൂർ നിൽക്കും, ചിലപ്പോൾ 2-3 ദിവസം വരെ നീണ്ടു നിൽക്കും. അങ്ങനെ ഒരു സൈഡിലുള്ള ഭയങ്കര വിങ്ങിയുള്ള കഠിനമായ വേദന. ആ സമയത്ത് അവർ എമോഷണലി ഭയങ്കര ഡൗൺ ആവും, ഭയങ്കര വേദന, അതിൻ്റെ കൂടെ വോമിറ്റിംഗ് വരും. ചിലപ്പോൾ ഛർദ്ദിച്ച് കഴിഞ്ഞാൽ ഈ തലവേദന കുറയുകയും ചെയ്യും. അതാണ് യൂഷ്വലി ടിപ്പിക്കൽ ഓഫ് മൈഗ്രെയിൻ. അത് യൂണിലാറ്ററലാണ്, ഒരു സൈഡിൽ മാത്രം വരുന്നത്. പിന്നെയുള്ള തലവേദനകളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബേസിക്കലി ഈ സൈനസൈറ്റിസ് കാരണം തലവേദന വരും. സൈനസൈറ്റിസ് എന്ന് വെച്ചാൽ മൂക്കടഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ വരുമ്പോഴേക്കും നമുക്ക് ഈ ഫ്രണ്ട് ഭാഗത്തും ഈ കണ്ണിന് ചുറ്റുമൊക്കെ നമുക്ക് ചിലപ്പം ചില തലവേദനകൾ വരാം. പിന്നെ ഉള്ളൊരു തലവേദന വെച്ച് കഴിഞ്ഞാൽ ഈ ക്ലസ്റ്റർ ഹെഡേക്ക്, അത് കണ്ണിന് ഇങ്ങനെ ചുമക്കുന്നു, ഒരു സൈഡിൽ ഇങ്ങനെ ഭയങ്കര കണ്ണ് ചുമന്നിട്ട് ഒരു സൈഡ് തലയുടെ ഒരു സൈഡ് മാത്രം ഭയങ്കരമായിട്ട് വേദന, അത് ക്ലസ്റ്റർ ഹെഡേക്ക് എന്ന് പറയാം.
പിന്നെ ചില തലവേദനകളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ കഴുത്തിൻ്റെ ഒത്തിരി സ്ട്രെയിൻ ചെയ്യുന്ന ആൾക്കാർക്ക് എസ്പെഷ്യലി ഒരു മിഡിൽ ഏജ് ഒക്കെ ആകുമ്പോഴേക്കും സ്പോണ്ടലൈറ്റിസ് സ്റ്റാർട്ട് ചെയ്യും. അപ്പം കഴുത്തിൻ്റെ അലൈൻമെൻറ്റ് മാറി കണ്ടിന്യൂസ് സ്ട്രെയിൻ ചെയ്യും, ഈ മസിൽസ് എല്ലാം കൂടി സ്ട്രെയിൻ ചെയ്ത് ഈ തലയുടെ ഈ ഒരു ഭാഗം എല്ലാവരും പറയും തലയുടെ പുറവശത്ത് ഭയങ്കര വേദന, ഇങ്ങനെ ഒരു വിങ്ങിയുള്ള ഒരു വേദന ഇവിടെ. അതും ഒരു തരം സ്ട്രെസ് ഹെഡേക്കാണ്. അതായത് സെർവൈക്കൽ സ്പോണ്ടലൈറ്റിസും ഹൈപ്പർ ടെൻഷൻ BP ഒക്കെ കൂടുതലുള്ള ആൾക്കാർക്ക് കൂടുതൽ കാണുന്നതാണ്. വിശേഷം കഴുത്ത് മടങ്ങി ജോലി ചെയ്യുന്ന ആൾക്കാരിൽ കൂടുതൽ കാണുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഏകദേശമുള്ള ഒരു കോമൺ ആയിട്ടുള്ള പ്രശ്നം ഇല്ലാത്ത തലവേദനകൾ. അതായത് ഇത് വന്നു കഴിഞ്ഞാലും അതൊരു പ്രശ്നമുള്ള ഇല്ലാത്ത തലവേദന. ഒരു 2% തലവേദനകളാണ് പ്രശ്നം ഉള്ള തലവേദനകൾ. അതിനൊക്കെ ചില സ്പെസിഫിക് രീതിയുണ്ട്. അത് പ്രശ്നമുള്ള തലവേദന എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ബ്രെയിൻ ട്യൂമർ കാരണമാവാം, അല്ലെങ്കിൽ തലയിൽ രക്തക്കുഴൽ പൊട്ടുമ്പോൾ ഉണ്ടാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും തല ഇൻഫെക്ഷൻ വരുമ്പോൾ ഉണ്ടാവാം. അങ്ങനെ പല രീതിയിൽ എന്തെങ്കിലുമൊക്കെ വേറെ എന്തെങ്കിലും തലച്ചോറിന് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാലൊക്കെ വരുന്നൊരു തലവേദനയാണ്. അതിൻ്റെ രീതി എന്ന് കഴിഞ്ഞാൽ ആദ്യത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടെൻഷൻ ഹെഡേക്ക് അല്ലെങ്കിൽ മൈഗ്രൈൻ ഹെഡേക്ക് എന്ന് വെച്ചാൽ എപ്പിസോഡിക്കാണ്. ഇടയ്ക്ക് വരും, കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് പോവും, പിന്നെയും വരും, അങ്ങനെ എപ്പിസോഡിക്കാണ്. പക്ഷേ ഈ പ്രശ്നമുള്ള തലവേദന എന്ന് വെച്ചാൽ അത് വളരെ പതുക്കെ ചെറിയ തലവേദനയായിട്ട് തുടങ്ങും. അത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പതുക്കെ കൂടിക്ക് വരും. കണ്ടിന്യൂസ് ഹെഡേക്കാണ്, അത് സ്ലോലി ഇൻക്രീസിങ്. അതാണ് പ്രശ്നമുള്ള തലവേദന ഒരു രീതി. രണ്ടാമത്തെ രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തലവേദനകളുടെ കൂടെ മറ്റ് രോഗലക്ഷണങ്ങൾ കാണാം. അത് ഒന്ന് പ്രൊജക്ടൈൽ വോമിറ്റിംഗ്, രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഒക്കാനില്ലാത്ത ഛർദി, ചാടി എഴുന്നേൽക്കുക, പ്രൊജക്ടൈൽ വോമിറ്റ് എന്നാൽ തലയുടെ പ്രഷർ കൂടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇതാണ്. അപ്പോൾ തലയിൽ തലയുടെ പ്രഷർ എന്തെങ്കിലും വളർന്ന് എന്തെങ്കിലും ഇൻഫെക്ഷനോ ഗ്രോത്തോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു തലയുടെ പ്രഷർ കൂടുമ്പോൾ ഉണ്ടാകുന്ന ഒരു വോമിറ്റിംഗാണ് പ്രൊജക്ടൈൽ വോമിറ്റിംഗ്. അതിൻ്റെ കൂടെ മറ്റ് രോഗലക്ഷണങ്ങൾ കൈകാല തരിപ്പ്, തളർച്ച, അപസ്മാരം, പെട്ടെന്ന് തല കറക്കം, പിന്നെ ഈ കാഴ്ച നഷ്ടപ്പെടുന്നു, പെട്ടെന്ന് കേൾവിയുടെ പ്രശ്നം വരുന്നു. അങ്ങനത്തെ ലക്ഷണങ്ങൾ തലവേദന കൂടെ ഉണ്ടെങ്കിൽ അത് നമ്മൾ സീരിയസ് എടുക്കണം. പിന്നെ സഡൻ സിവിയർ ഹെഡേക്ക്, അതായത് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ നമ്മൾ എന്തെങ്കിലും ഒരു സ്ട്രെസ്സുള്ള നമ്മൾ ആരോടെങ്കിലും ദേഷ്യപ്പെടുന്നു, അല്ലെങ്കിൽ ആരോടെങ്കിലും ഷൗട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര ഉറക്കച്ചിരിക്കുന്നു, ഭയങ്കരമായിട്ട് ചുമയ്ക്കുന്നു, ഇതിന് ശേഷം പെട്ടെന്നൊരു ഭയങ്കര കഠിനമായ ഒരു തലവേദന വന്ന് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഒരു കുഴഞ്ഞു വീഴുന്നു, അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അത് വളരെ സീരിയസ് ആയി എടുക്കണം. കാരണം അത് യൂഷ്വലി എന്തെങ്കിലും രക്തക്കുഴൽ പൊട്ടിയിട്ടോ അങ്ങനെയൊക്കെ ആകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതാണ്. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചില ഈ വേദന സംഭാരികൾ കൊടുത്തിട്ട് ഇമ്പ്രൂവ്മെൻ്റ് ഇല്ലാത്ത ഏതെങ്കിലും തലവേദനകളുണ്ടെങ്കിൽ അത് നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കണം. യൂഷ്വലി സാധാരണ ഇതുള്ള മാതിരി സ്ട്രെസ് ഹെഡേക്കാണെങ്കിൽ സ്ട്രെസ് ഹെഡേക്കൊക്കെ ഒരു പാരസിറ്റമോൾ കഴിച്ച് അപ്പം തന്നെ അങ്ങ് മാറും. അല്ലെങ്കിൽ അതുകൊണ്ട് വേദന സംഭാരിൽ കൊടുത്തിട്ടും മാറാത്ത തലവേദന ഉണ്ടെങ്കിൽ അത് നമ്മൾ സീരിയസ് എടുക്കണം. അപ്പോൾ ഈ രോഗലക്ഷണങ്ങളാണ് പ്രശ്നമുള്ള തലവേദന. അതൊരു 2% ഉള്ളൂ. പക്ഷേ ഇങ്ങനത്തെ ഒരു ലക്ഷണങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഡോക്ടറിനെ കാണണം. ഇപ്പോൾ ഡോക്ടർ പാരസെറ്റമോളിനെ